മാന്യ സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം സൗഹൃദം, ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി. സത്യസന്ധമായ സൗഹൃദം സ്വാർത്ഥതയുടെ അഭാവത്തിലാണ് നിലനിൽക്കുന്നത്. ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. സൗഹൃദം എന്നാൽ വിശ്വാസം, ബഹുമാനം, സ്നേഹം, പരസ്പര പിന്തുണ എന്നിവയിൽ അധിഷ്ഠിതമായ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മളവും സ്വമേധയ ഉള്ളതുമായ ബന്ധമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായ സിന്ധു നദീതട സംസ്കാരത്തിൽ നഗരാസൂത്രണം, വ്യാപാര ബന്ധങ്ങൾ, സമൂഹത്തിലെ സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയെല്ലാം സൗഹൃദപരമായ ഒരു സമൂഹത്തെ സൂചിപ്പിക്കുന്നു. പുരാതന കാലം മുതൽ സൗഹൃദത്തിന്റെ മികച്ച ഉദാഹരണങ്ങളാണ് മഹാഭാരതത്തിലെ കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സൗഹൃദം, ദുര്യോധനന്റെയും കർണന്റെയും ബന്ധം, പ്രതിഭാ റോയിയുടെ ദ്രൗപദി എന്ന നോവലിൽ ദ്രൗപദിയും കൃഷ്ണനും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. രാമപുരത്തുവാരിയുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വരികളാണിത്. കുചേലന്റെയും കൃഷ്ണന്റെയും സൗഹൃദത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്നോ സൗഹൃദത്തിന് വില നൽകാത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ് നാം ഓരോരുത്തരും. സമൂഹ മാധ്യമങ്ങളിലൂടെ അനവധി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ആത്മാർത്ഥതയില്ലാത്ത സൗഹൃദം വന്യമൃഗങ്ങളെക്കാൾ ഭയാനകമാണ് എന്ന് ഗൗതമ ബുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിദ്യാർത്ഥികൾക്കിടയിലുള്ള സൗഹൃദം നഷ്ടപ്പെടുന്നതിന്റെ ഉദാഹരണമാണ് കോഴിക്കോട് താമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദം നഷ്ടപ്പെടുന്നതിന്റെ തെളിവാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം. രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദത്തിലാകുമ്പോൾ ലോക സമാധാനം കൈവരിക്കുന്നു. തന്റെ പ്രിയ സുഹൃത്ത് ഇടപ്പള്ളിയുടെ മരണവാക്യം വേദനയിൽ ചങ്ങമുഴക്കിയ പ്രണയകാവ്യമാണ് രമണൻ. ഗുണ എന്ന കുറിക്കുള്ളിൽ രേഖപ്പെട്ട സംഭവം കണ്ണൂരിൽ സുഹൃത്തിനെ രക്ഷിക്കാൻ തിരുമാലയിൽപ്പെട്ട ഫിറോസ് എന്ന ബാലനും സ്വാർത്ഥതയില്ലാത്ത സൗഹൃദത്തിന്റെ ഉദാഹരണങ്ങളാണ്. 2011 ഏപ്രിൽ 27 ഐക്യരാഷ്ട്രസഭ ജൂലൈ 30 അന്താരാഷ്ട്ര സൗഹൃദ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അനേകം സൗഹൃദ കൂട്ടായ്മകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ചങ്ങാതി നന്നാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ ചൊല്ല്. ജാതി മത വർണ്ണ വൈവിധ്യങ്ങൾക്കപ്പുറം നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുത്ത് നല്ല വ്യക്തികളാകാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.